ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ആർച്ചക്കുട്ടിയെ എഴുതിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ല രസമുണ്ട്. അഭിയാണെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യണ പോലുമില്ല. കാരണം അഭിക്ക് ആകെ ടെൻഷൻ, ഈ കുട്ടി കാരണം എല്ലാം തകർന്നടിയുന്നുള്ളത്. മോൾക്ക് നല്ല രസമുണ്ട് ഈ ഉടുപ്പ് എന്ന് പറയുന്നു. അഭിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി തന്നെ കുഞ്ഞുങ്ങൾക്ക് ഏത് ഉടുപ്പിട്ടാലും ഭംഗിയുണ്ടാവും, അത് അവരുടെ ആ ക്യൂട്ട്നെസ് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും ഇവന് കുറച്ച് ഉടുപ്പുകളൊക്കെ വാങ്ങിക്കണം. ആ സമയത്താണ് വർഷ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ജോലി കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടോ, ഇത്രയും ദിവസം ലീവ് എടുത്തപ്പോൾ മാനേജർ കർശനമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ജോലിക്ക് പോകാതെ രക്ഷയില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഈ കുഞ്ഞിനെ വിട്ടിട്ട് നിനക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് നമ്മുടെ ശിവ ചോദിക്കുമ്പോഴത്തേനും അവി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ബാക്കിൽ കുഞ്ഞിനെ പിടിച്ച് കെട്ടിട്ടിട്ട് അങ്ങോട്ട് പൊയ്ക്കോളും, അല്ലാതെ ഇപ്പോൾ രക്ഷയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അഞ്ചുവാണെങ്കിലോ നമുക്ക് ഇവളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയാൽ പോരെ, പ്രശ്നം തീർന്നല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും സമയമില്ലല്ലോ ഇവളെ നോക്കാനായിട്ട്, കുറച്ച് ദിവസമൊക്കെ ഞാനും ലീവ് എടുക്കാമെന്ന് അഞ്ച് പറയുന്നുണ്ട്. എന്നാൽ എന്നും പറ്റില്ലല്ലോ, അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ശിവയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടെങ്കിൽ ശിവയ്ക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ, അല്ലാതെ രക്ഷയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കെന്ന് പറയുന്നുണ്ട് വർഷ. കാരണം രാവിലത്തെ കുറച്ച് സമയം ഒരു 9:30 അഞ്ചു ഇവിടുന്ന് ഓഫീസിലേക്ക് പോവാം. ആ സമയം ഒന്ന് അഞ്ചു അവളെ നോക്കി തന്നാൽ മതി. ഞാനാണെങ്കിൽ നേരത്തെ ഡ്യൂട്ടിക്ക് പോവാം, 9:30 തിരിച്ചും വരാം. വൈകുന്നേരം 5 മണിക്ക് അഞ്ചു തിരിച്ചെത്തുകയും ആ സമയം വീണ്ടും ഞാൻ ഡ്യൂട്ടിക്ക് പോകാമെന്നും 10 മണി വരെ ചെയ്യാമെന്നും വർഷ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു സൊല്യൂഷനായി തൽക്കാലം എനിക്ക് ജീവിച്ച് പോകാൻ ഇതൊക്കെ മതിയെന്ന് പറയുന്നു. അത് കൊള്ളാലോ, അത് നല്ലൊരു ബെസ്റ്റ് ഐഡിയ ആണ്. കുറച്ച് ദിവസത്തിന് അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്നു. ഇതൊന്നും കേൾക്കാതിരിക്കാൻ കേട്ടോ അഭി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ ഒരു പ്ലാനിങ് ഒട്ടും നടക്കാൻ പോകുന്നില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് മനുഷ്യന് തലവേദന ഉണ്ടാക്കുകയാണെന്നൊക്കെ പറയുന്നു. ശ്രീനാഥാണെങ്കിൽ അഭിയെ കാണുന്നുണ്ട്. അതിനുശേഷം തന്നെ ശ്രീ വല്ലാതൊരു വിഷമത്തിലാണ്. ഞാൻ എങ്ങനെയെങ്കിലും വർഷയുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്ന രീതിയിലൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് അവിടുന്നോ തടസ്സമായിട്ട് ആരോ വരുന്നുണ്ട് വക്കീലെ. കാരണം ശിവയെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്താൻ എത്തിയപ്പോഴത്തേനും അതെങ്ങനെയൊക്കെയോ മുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും ഇനിയൊരു വർഷം എന്നെ കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. അവൾ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ശ്രീ അവളുടെ പുറകെ പോകുന്നത് ശരിയാണോ? ഞാൻ അവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ അവളെ രക്ഷിക്കും, അവളെ വിവാഹം കഴിക്കും എന്നുള്ളത്. ആ സമയത്ത് ദയനീയമായ അവളുടെ മുഖം കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമം മാറിയിട്ടില്ല. കാരണം അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും വക്കീലെ. എനിക്ക് നല്ല ഉറപ്പുണ്ട് 7 ജന്മത്തിലും അവൾ എൻ്റെ ഭാര്യയായിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണത്. അത് നടക്കണം എന്നൊക്കെ നമ്മുടെ ശ്രീ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഭിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എങ്ങനെ പോയാലും കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. കാരണം വർഷയെ ഒരിക്കലും ശ്രീ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. വർഷയുടെ മനസ്സിൽ ശ്രീ മാഞ്ഞു പോവുകയില്ല. ആ സമയത്ത് എന്നാൽ ഞാൻ പോട്ടെ വക്കീലെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് വക്കീലിൻ്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് വരുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റാണ് കേട്ടോ. അവൾ വന്നിട്ട് കുറേ കാലമായാലോടെ തന്നെ കണ്ടിട്ട് താൻ നാട്ടിലേക്ക് പോകുന്നില്ലേ, തൻ്റെ വീട്ടുകാരെ വിളിക്കാറില്ലേ, ഞാനൊന്ന് ഇടപെടണോ, ഞാൻ പോയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഞാനതൊക്കെ വിട്ട കേസാണെന്ന് പറയുന്നുണ്ട്. അബിയുടെ വീട്ടുകാരെ കുറിച്ച് ഒരു മറുപടി അബി ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിനുശേഷം തന്നെ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് കൊച്ചിയിലേക്ക് അബി വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ തൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള തൻ്റെ ഓജോ ബോർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതൊക്കെ പറയുമ്പോഴത്തേനും അബിക്ക് നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്ര ദൂരം കണ്ടതല്ലേ, തൻ്റെ നമ്പർ തായെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നു. പിന്നീടാണെങ്കിൽ വിവേക് വർഷയും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. മമ്മി എന്തായാലും ഈ കുഞ്ഞിനെ ഇവിടെ നിർത്താൻ ഒട്ടും ശരിയാവില്ല. 6 മാസമാണ് ആ സമയം തന്നിരിക്കുന്നത്. അപ്പോഴത്തേനും ആൻറ്റി സമ്മതിക്കുമെന്നറിയില്ല. നമ്മളുടെ ആ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ആൻറ്റി സമ്മതിച്ചില്ലെങ്കിൽ വീണ്ടും 6 മാസത്തേക്ക് നമുക്ക് നീട്ടാമെന്ന് പറയുമ്പോൾ താൻ എന്താ 6 മാസം കൊണ്ട് നമ്മുടെ പ്രശ്നം ശരിയാവുമെന്നല്ലേ വിചാരിക്കേണ്ടത്? താൻ പിന്നെയും 6 മാസത്തേക്ക് നീട്ടാമെന്നല്ലേ കരുതുന്നത്? തൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രീനാഥാണ്. അതാണ് താൻ ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നതെന്ന് വിവേക് പറയുന്നു. അത് പിന്നെ എനിക്ക് വിവേകേട്ടൻ അങ്ങനെ മറക്കാൻ സാധിക്കുന്നില്ല. അതായത് ശ്രീനാഥ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ശ്രീയേട്ടൻ തിരിച്ചു വരും തന്നെയാണ് ഉറപ്പ് എന്നൊക്കെ പറയുന്നു. ഈ സമയം അബി അത് കാണുന്നുണ്ടിട്ട് ഇവർ പറയുന്നത്. അങ്ങനെ അബിയെ കാണുമ്പോൾ വർഷ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. വിവേകേട്ടൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവളുടെ മനസ്സ് ഞങ്ങൾ മാറ്റിയെടുക്കാം. അതെന്തിനാ ആവശ്യമില്ല വക്കീലെ. കാരണം
അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. കാരണം ഇപ്പോഴും ഒരു സ്പെഷ്യൽ ഫ്രണ്ടായിട്ട് അവൾ എന്നെ കണ്ടിട്ടുള്ളൂ, മനസ്സിലെപ്പോഴും ശ്രീനാഥ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് വീട്ടിനകത്ത് തന്നെ അഞ്ജും ശിവയും കൂടി ഓരോ കാര്യം പറഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഫോൺ നോക്കിയിരുന്നോ? വർഷയുടെ കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവേകും വർഷയോട് സംസാരിച്ച സമയത്ത് അവർ സംസാരിക്കാൻ നിങ്ങൾ കേൾക്കണ്ടേന്ന് പറയുന്നു. അവർ പഞ്ചാര അടിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയി ഇടപെടണം, താൻ എന്തൊക്കെയാണ് പറയുന്നത്? അവരിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറയാം, വിവേകിനോട് അവൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ശ്രീനാഥ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ്റെ കൂടെ ജീവിക്കാനാണ് താല്പര്യം എന്ന രീതിയിലൊക്കെ തന്നെ പാവം വിവേകേട്ടനെ എത്ര ക്ഷമിക്കുന്നത്, അയാളൊരു പാവമായതുകൊണ്ട് പിന്നെ കേട്ട് നിൽക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ അവരും പറയുന്നുണ്ട്, വർഷയ്ക്ക് എന്താ ഇങ്ങനെ ഒരു പ്രശ്നം, അവളൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണിക്കേണ്ടി വരും, ഇപ്പോഴാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിട്ടില്ല, നേരെ വഴിക്കാക്കാനായിട്ട് പറ്റും, സ്ത്രീയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ നിന്ന് നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഇന്ന് ഞാൻ അവളെ പരിചയപ്പെട്ടതാണ്, കാരണം കുറേ കാലമായിട്ട് അവളെ കണ്ടിട്ടില്ല. ആ സമയത്ത് അവളെ എനിക്ക് നമ്പർ തന്നു, ആ നമ്പറിൽ വിളിച്ചാൽ അവളെ കിട്ടും, വേണമെങ്കിൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ട് വർഷയെ നമുക്കൊന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ടത് എന്നെയല്ല, നിങ്ങളൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, 6 മാസം ആൻറ്റിയും വിവേകും എനിക്ക് സമയം തന്നിട്ടുണ്ട്, അതുപോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശിവ പറയുന്നുണ്ട്, ഞാൻ വർഷയുടെ പക്ഷത്ത് തന്നെയാണ്, 6 മാസം അവൾക്ക് സമയം കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാ ടെൻഷൻ? അഞ്ചു പറഞ്ഞത് ശരിയാണല്ലോ, നമ്മൾ ഈ പറയുന്നത് പോലെയൊന്നല്ല, അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷേ സ്വന്തമായിട്ട് അഭിപ്രായം എടുക്കാനുള്ള സ്വാതന്ത്ര്യം വർഷയ്ക്കുണ്ട്, അവൾ അതിന് മെച്ചുവേർഡായിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അബിക്ക് ദേഷ്യം വന്ന് അകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട്, കുഞ്ഞുണർന്ന ഒന്ന് നോക്കണേ എന്ന് പറയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. ഇപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും നല്ല സന്തോഷമാണ് കേട്ടോ. ആ സമയത്ത് തന്നെ വീണ്ടും വർഷ അലക്കിയ തുണികളൊക്കെ തോരിടാനായിട്ട് പോകുന്നു. അബിയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ശ്രീനാഥിനെ ഒട്ടും വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല, കാരണം ഇത് പറഞ്ഞ പ്രശ്നം തീരുന്നേ ഉള്ളൂ. പക്ഷേ അബിയാണെങ്കിൽ അത് പറയാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്നാണ് ഓജോ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ശ്രീനാഥ് ജീവിച്ചിരിപ്പില്ല എന്ന് വർഷ തിരിച്ചറിയണം, അത് ഈ ഓജോ ബോർഡ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് ആ ഒരു മരണത്തെക്കുറിച്ച് വർഷ തിരിച്ചറിയണം, അവനെ മറക്കണം എന്നൊക്കെ. അങ്ങനെ പെട്ടെന്ന് തൻ്റെ മനസ്സിൽ ആ ഓർമ്മകളൊക്കെ വരികയാണ്. ഓജോ ബോർഡിൽ എല്ലാവരും ഇരുന്നിട്ട് ആരാണ് വരുന്നതെന്നൊക്കെ ശ്രീനാഥിൻ്റെ പേരും അവൻ തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നതൊക്കെ കേൾക്കുന്ന സമയത്ത് വർഷ പൊട്ടിക്കരയുന്നതൊക്കെ അപ്പം ഓർത്തെടുക്കുകയാണ് കേട്ടോ. കാരണം ഈ വിവരം തൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാമെന്നറിയില്ല. ഓജോ ബോർഡിനെ കുറിച്ച് എല്ലാവർക്കും നല്ല വിശ്വാസമുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഒരു പക്ഷേ അവർ ചിലപ്പോൾ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. പക്ഷേ വർഷ ഇതെല്ലാം വിശ്വസിച്ച പോലെയാണ് അബിക്കിങ്ങനെ തോന്നുന്നത്. വർഷ പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം തന്നെ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. തൻ്റെ പ്ലാൻ വർക്കൗട്ടായി എന്ന രീതിയിൽ. കാരണം എങ്ങനെയെങ്കിലും സ്ത്രീയെക്കുറിച്ചുള്ള ഓർമ്മകളും എല്ലാം തന്നെ അവളിൽ നിന്ന് മാറ്റണം, എന്നിട്ട് തനിക്ക് തന്നെ സ്ത്രീയെ കിട്ടണം എന്നൊരു ഇതിലാണ് കേട്ടോ നമ്മുടെ അബി നിൽക്കുന്നത്. കാരണം വിവേകായിട്ടനായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാലെങ്കിലും ശരിക്കും ശ്രീനാഥ് അത് അറിഞ്ഞാൽ പോലും അവളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അല്ലാത്ത പക്ഷം അവനും ഒഴിഞ്ഞു പോകാൻ സാധ്യതയില്ല. അതിന് മുന്നേ ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവർ തന്നെയായിരിക്കും ഒന്നാവാൻ പോകുന്നത് എന്നുള്ളൊരു പേടിയിലാണ് നമ്മുടെ അബി നിൽക്കുന്നത്. എന്തായാലും കുറച്ച് സ്വാർത്ഥതയുള്ള കൂട്ടത്തിലാണ് അബി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. കാരണം നേരിട്ട് കാര്യങ്ങൾ പറയാവുന്നേ ഉള്ളൂ, പക്ഷെ അത് പറയുന്നില്ല. എന്നാൽ അതിൽ സൊല്യൂഷൻ എന്തായാലും കിട്ടുന്നതാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.